യെസ്, നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾ സെപ്പറേഷനിലാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈൻ ആണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല. കാരണം ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും റീഡ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ക്ഷമയോടെ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ ചേസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളൊരു മാഗ്നറ്റ് ആണെന്നുള്ളത്. സോ നിങ്ങളൊരു റിസീവിങ് എനർജിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു വേർത്താണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഇത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെന്തായാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. ഈ ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അതിയായ സ്നേഹത്തെയാണ്. അവർക്ക് നിങ്ങളോടുള്ള ലവ് എന്ന് പറയുന്നത് ഓവർഫ്ലോയിങ് ആണ്. അവർക്കത് ഒരിക്കലും ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയില്ല. അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ ഈ കാര്യം പറയാറുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കരിയർ ഡെവലപ്മെന്റ് വേണ്ടത് ചെയ്യുക. എന്തൊക്കെയാണോ നിങ്ങളുടെ അച്ചീവ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുക. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ യോഗ ക്ലാസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഇൻറ്റ്യൂഷനുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരിക്കലും അവരെ ചേസ് ചെയ്ത് പോകുന്നില്ല. നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസും നൈറ്റ് ഓഫ് വാൻസും ആണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതായത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ് തരുവാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാരേജ് സിറ്റുവേഷനൊക്കെ ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷനിൽ. എന്ത് തന്നെയാണെങ്കിലും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന ചിലരെങ്കിലും, അതായത് ഇങ്ങനത്തെ ഒരു റിലേഷനും ഇല്ലാത്ത വ്യക്തികളായിരിക്കും. അപ്പൊ അവർ ചിന്തിക്കും ഇതൊക്കെ തെറ്റല്ലേ എന്ന്. ശരിയാണ്, തെറ്റാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. സിക്സ് ഓഫ് കപ്സ് ആണ് നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്ന കാർഡ്. ഈ വ്യക്തി ഒരുപാട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ നല്ല സമയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരുന്നിരിക്കാം, അല്ല എങ്കിൽ കുറെ നാളായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒരു നീഡി അല്ല കേട്ടോ ഈ കാര്യത്തില്. നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ പുറകെ എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞു പോകുമ്പോൾ സ്വയം ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം ചെറുതാകുമ്പോൾ മറ്റുള്ളവരും നിങ്ങളോട് അത് തന്നെ കാണിക്കുള്ളൂ. അവരൊരിക്കലും നിങ്ങളെ കെയർ ചെയ്യില്ല, നിങ്ങൾക്കൊരു വാല്യൂ തരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ കൂട്ടണമെങ്കിൽ ഒരു സ്പെസിഫിക് പേഴ്സന്റെ മുന്നിലല്ല കേട്ടോ, നിങ്ങളുടെ സർക്കിളിലാണെങ്കിൽ പോലും നിങ്ങൾ ആരുടെയും മുമ്പിൽ ചെറുതാകരുത്. അതായത് നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെ കാണണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ നിങ്ങളെ കാണാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കാണാൻ തുടങ്ങണം. ആ വാല്യൂ നിങ്ങൾ സ്വയം കൊടുക്കണം. ഞാൻ യുണീക്കാണ്, ഞാൻ ബെസ്റ്റാണ് എന്നിങ്ങനെയൊക്കെയുള്ള തോട്ട്സ് നിങ്ങൾക്കുണ്ടാകണം. ഞാൻ എങ്ങനെയാണോ എൻ്റെ ഗുഡും ബാഡും എല്ലാം അതെങ്ങനെയായിക്കോട്ടെ, അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ആ തോട്ട്സ് ഒക്കെ ആയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടത്. ഞാൻ ആരെക്കാളും ചെറുതല്ല, അങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, അത് നിങ്ങൾ നല്ലതും ചീത്തയും ഒക്കെ ആയിക്കോട്ടെ, അപ്പോൾ മാത്രമേ മറ്റുള്ള വ്യക്തികളും നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുള്ളൂ.
സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലരൊക്കെ ഉണ്ടാകും, അവർ നിങ്ങളെ വേദനിപ്പിക്കും. അപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവരെന്നെ വേദനിപ്പിച്ചു എന്ന്. പക്ഷേ ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അവര് ക്രിയേറ്റ് ചെയ്തതാണ്. അവിടെ അവിടെ നിങ്ങൾക്ക് തോന്നേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംതിങ് സ്പെഷ്യൽ ആണ്, എന്നെ അതൊന്നും അഫക്റ്റ് ചെയ്യില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് നല്ല ഫീലിങ്സ് കൊടുക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അതാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻറ്റ്. അത് വളരെ വലിയൊരു കാര്യമാണ്, ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളത്. നിങ്ങൾ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന്, നിങ്ങളുടെ സമയങ്ങൾ ഫീൽ ഗുഡ് ആക്കുന്നതിനോ ആരുടെയും മെസ്സേജിനോ കോളിനോ വേണ്ടി കാത്തിരിക്കേണ്ട ഒരാവശ്യമില്ല. ആരെയും കാത്തിരിക്കേണ്ട നിങ്ങൾ. ദാറ്റ്സ് ദ മോസ്റ്റ് ഹീലിംഗ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മജീഷ്യനും ദി ഫൂൾ കാർഡുമാണ്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു ബിഗിനിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ഒരു തോട്ട്സ് വരുന്നത് ഈ വ്യക്തിയുടെ സൈഡിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ അവർക്ക് സംതിങ് സ്പെഷ്യൽ ആണ്. ആ ഒരു കംപ്ലീറ്റ്നെസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംപ്ലീറ്റ്നെസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റീയൂണിയൻ അവർ റെഡിയാണ്. ഇവർ എന്തായാലും ഒരു ടോക്സിക് പേഴ്സൺ അല്ല. നിങ്ങളുടെ ഇടയിൽ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായതാണ്. എന്തായാലും ഒരു ടോക്സിക് കണക്ഷൻ അല്ല ഇത്. ഇനി നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല കേട്ടോ. ഇനി നിങ്ങളുടെ പേഴ്സൺ ഒരു ടോക്സിക് ആണ് എങ്കിൽ എന്ത് തന്നെ വന്നാലും നിങ്ങളെ കണക്ഷൻ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു റിലേഷൻഷിപ്പിൽ ആരും ചെറുതുമല്ല വലുതുമല്ല. രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഇമോഷണലി നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരുടെയും സാഹചര്യം ഒന്നായിരിക്കില്ല എങ്കിലും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു സൈൻ തരുന്നതാണ് അവരുടെ ലൈഫിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത്. അതവർ വ്യക്തമാക്കിയാണ്. ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവർക്കും സ്ഥാനമുണ്ടാകരുത്. നിങ്ങളോട് സംസാരിക്കാതെയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാതെയും ഇരിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവരോട് സംസാരിക്കാതെയും അവർക്ക് മെസ്സേജ് അയക്കാതെയും ഇരിക്കാൻ നിങ്ങൾക്കും കഴിയണം. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്കും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നോർക്കണം, നിങ്ങൾ യുണീക്കാണ്, സ്പെഷ്യലാണ്. നിങ്ങളോട് സ്നേഹം കാണിക്കാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ വിട്ടേക്കുക.